ഡെൻമാർക്കിന് നേരെ ഇപ്പോൾ ഒരു ആക്രമണം നടന്നതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് ഹൈബ്രിഡ് ആക്രമണം ആയതുകൊണ്ട് തന്നെ ആരാണ് നടത്തിയതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷേ വമ്പൻ ആക്രമണം തന്നെയാണ്. റഷ്യക്ക് ഇതിനകത്ത് പങ്കുണ്ടാകുമോ? റഷ്യയാണ് ന്യായമായും സംശയിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ പക്ഷേ പതിവില്ലാത്ത വിധം റഷ്യ ഞങ്ങളല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആക്രമണം നടന്ന ഉടനെ. കാരണം മിനിഞ്ഞാന്ന് രാത്രിയാണ്, 25-ാം തീയതി പുലർച്ചെയാണ് നടക്കുന്നത്. ചെറിയ ആക്രമണമല്ല. ഈ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്ലാൻഡാണ്, വളരെ ആസൂത്രിതമായി നടന്ന ആക്രമണമാണ്. ഈ ഡെൻമാർക്കിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, സുപ്രധാനമായ വിമാനത്താവളങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെട്ടു ഒരേ സമയം. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ, സൈനിക വിമാനങ്ങളൊക്കെ സൂക്ഷിച്ച സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഈ കോപ്പൻഹേഗൻ എന്ന് പറയാനുള്ള തലസ്ഥാനം, ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, ഏറ്റവും വലിയ വിമാനത്താവളം ഇപ്പോൾ ഓൾബോർഗ് വിമാനത്താവളം. മാത്രമല്ല ഈ ആക്രമണത്തെ തുടർന്ന് മണിക്കൂറുകൾ അടച്ചിട്ടോ വിമാനത്താവളം. യാതൊരു വിനിമയവും നടക്കാത്ത, ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കാത്ത മട്ടിൽ അടച്ചിട്ടു. അതുപോലെ തന്നെ ബില്ലുണ്ട് എയർപോർട്ട്, എസ്ബർഗ് എയർപോർട്ട്, ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 എയർപോർട്ടുകൾ ഒരേ സമയം ആക്രമണം ഉണ്ടായി. വേറൊന്ന്, ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ആയുധങ്ങൾ, പ്രത്യേകിച്ച് സൈനിക വിമാനങ്ങൾ സൂക്ഷിച്ച F-16, F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സൈനിക താവളം, അതിൻ്റെ പേര് സ്ക്രൈറ്റ് സ്ട്രപ്പ് എന്നാണ്. സ്ക്രൈറ്റ് സ്ട്രപ്പ് ബേസ്, അവിടെ ഡ്രോൺ ആക്രമണം നടന്നു. ഇതൊക്കെ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ ഡ്രോണുകൾക്ക് പക്ഷേ ഐഡൻറ്റിറ്റിയും GPS അതിൻ്റെ സിഗ്നലുകളൊന്നും ലഭ്യമല്ല. സാധാരണഗതിയിൽ ഒരു ഡ്രോൺ എവിടുന്ന് പുറപ്പെട്ടാലും അതിൻ്റെ സിഗ്നൽ നോക്കിയിട്ട് ലോകത്തിലെ ഏത് വിദഗ്ധർക്കും കണ്ടെത്താൻ പറ്റും. ഏത് രാജ്യത്തിൻ്റെയും സുരക്ഷാ മേഖലയ്ക്കും സെക്യൂരിറ്റി മേഖലയ്ക്കും കണ്ടെത്താൻ പറ്റും ഏത് രാജ്യത്തു നിന്നാണ് ഡ്രോൺ വന്നത്, ഏത് വഴിയാണ് വന്നത്, എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നതൊക്കെ. പക്ഷേ അത് കണ്ടെത്താൻ പറ്റാത്ത വിധം സങ്കീർണമായിരുന്നു ഈ ആക്രമണം. അപ്പോൾ ഈ രാത്രി 11 മണിക്ക് ശേഷം വന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ. അതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് ആക്രമണമായിരുന്നു. ഇതിനെക്കുറിച്ച് ന്യായമായും റഷ്യയാണെന്ന് സംശയിക്കും. ഉടനെ ഞങ്ങളല്ല എന്ന് റഷ്യ പറഞ്ഞതോടുകൂടി ആ സംശയം കുറെ കൂടി ബലപ്പെട്ടു. അപ്പോൾ അതേ സമയത്ത് ഈ ഡെൻമാർക്കിൻ്റെ പ്രതിരോധ മന്ത്രി ത്രോൾസ് ലൂണ്ട് പാൾസൺ പറഞ്ഞത് യാതൊരു സംശയവുമില്ല, ഞങ്ങൾക്ക് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം, വളരെ ആസൂത്രിതമാണ്. ഇത് ഞങ്ങളുടെ 2 ലക്ഷ്യമാണ്. ഒന്ന്, ഞങ്ങളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്തെ ഡെൻമാർക്കിനെ വിഭജിച്ചെടുക്കാനുള്ള ചില ശക്തികളുടെ താല്പര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അപ്പോൾ ഡെൻമാർക്കിനെ വിഭജിക്കാനുള്ള ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട്. പിന്നീട് ഇപ്പോൾ നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഇതിൽ ഇടപെട്ടു. അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ആരാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ, നാറ്റോ അംഗരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിലാണ് പലപ്പോഴും. ഉദാഹരണത്തിന് ബ്രിട്ടന് നേരെ നിരന്തരമായി ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്. അതെല്ലാം റഷ്യയാണ് നടത്തുന്നത്, എല്ലാവർക്കും അറിയാം. എന്നാൽ അത് അബദ്ധത്തിലാണ്, പരീക്ഷണം നടത്തിയപ്പോൾ ലക്ഷ്യം തെറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് 10,000-ഓളം ഡ്രോണുകൾ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ബ്രിട്ടൻ്റെ പല ഭാഗത്തും ചെന്ന് പതിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ, അതുപോലെ നാറ്റോ സഖ്യ രാജ്യങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ആക്രമണം നടത്തുന്നുണ്ട്. അതുപോലെയാണ് പോളണ്ടിൽ നടന്ന ആക്രമണം. പരസ്യമായിട്ടാണല്ലോ, അത് പിന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ആക്രമണം. അപ്പോൾ പോളണ്ട്, ബ്രിട്ടൻ. വേറൊന്ന് നടന്നത് നമുക്ക് നല്ല ഓർമ്മയുണ്ട്, ബാൾട്ടിക് രാജ്യങ്ങളുടെ നേരെ, എസ്റ്റോണിയക്ക് നേരെ നേർക്കുനേരെയുള്ള ആക്രമണം നടത്തി. ലിത്വാനിയക്കും ലാത്വിയക്കും നേരെ ആക്രമണം നടത്തുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനിലെ താരതമ്യേന ചെറിയ രാജ്യങ്ങളെ മുഴുവൻ സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. വേറൊന്ന്, ഈ റഷ്യയുടെ ഒരു ഹിഡൻ അജണ്ട, പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഭിന്നിച്ചു പോയ രാജ്യങ്ങളെ മുഴുവൻ റീയൂണിഫിക്കേഷനാണ്, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം, ബലമായി തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു അജണ്ട നടപ്പാക്കുന്നത്. കസാഖിസ്ഥാൻ, തർജിക്കിസ്ഥാൻ, ആ രാജ്യങ്ങളൊക്കെ. മാത്രമല്ല ബാൾട്ടിക് രാജ്യങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്, ലാത്വിയ, ലിത്വാനിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജ്യങ്ങളെ അത്തരത്തിലൊരു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലോകത്തിന് ഒരു വലിയ സൂചന കൊടുക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക ദുർബലമായി എന്ന നല്ല ബോധ്യം റഷ്യക്കുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇനി നിങ്ങളെ ഒന്നും സംരക്ഷിക്കാനാവില്ല. നാറ്റോ സഖ്യത്തിൻ്റെ ബലം ഒരു കാലത്ത് അമേരിക്കയായിരുന്നു. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ നാറ്റോയുമായി നല്ല ബന്ധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക നിങ്ങളെ രക്ഷിക്കുമെന്ന് അവർക്ക് അമേരിക്കയ്ക്ക് നിങ്ങളെ രക്ഷിക്കാനാവുമെങ്കിൽ കാണട്ടെ എന്നാണ് റഷ്യ ഇതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. അതുകൊണ്ട് ഇപ്പോൾ അടിയന്തരമായി കൂടിയാലോചനകൾ, ഇപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്, ഈ നാറ്റോക്കൊരു നിയമമുണ്ട്, ആർട്ടിക്കിൾ 4. നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ ഒരു ആർട്ടിക്കിൾ 4 ഉണ്ട്. അതെന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ,
32 രാജ്യങ്ങൾ എങ്ങാണ്ടുണ്ടല്ലോ നാറ്റോയിൽ. ഈ 32 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ മറ്റൊരു രാജ്യം ആരെങ്കിലും വന്ന് ആക്രമിച്ചാൽ ഉടനെ അത് സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതായിട്ട് എല്ലാവരും കണക്കാക്കണം. എന്നിട്ട് കൂട്ടായി തിരിച്ചടിക്കണം എന്നാണ് നിയമം. ആർട്ടിക്കിൾ 4 പ്രകാരം തീരുമാനം എടുക്കണമെങ്കിൽ അടിയന്തരമായി യോഗം ചേരണം. ഇപ്പോൾ തുടർച്ചയായിട്ട് നാറ്റോക്ക് ഡിമാൻഡ് വരികയാണ്. ആരൊക്കെ ആവശ്യപ്പെട്ടു? ഇപ്പോൾ എസ്റ്റോണിയ ആവശ്യപ്പെട്ടു അടിയന്തരമായി നാറ്റോ ആർട്ടിക്കിൾ 4 നടപ്പാക്കാൻ യോഗം ചേരണം. പോളണ്ട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഇതാ ഡെൻമാർക്ക് ആവശ്യപ്പെടുന്നു. എന്തായാലും അടിയന്തരമായി നാറ്റോ യോഗം ചേർന്നിട്ട് ആർട്ടിക്കിൾ 4 പ്രകാരം എല്ലാവരും ചേർന്ന് റഷ്യയെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഗോള യുദ്ധത്തിലേക്ക് അത് പോകും. അത് പോകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. റഷ്യ ഞങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും റഷ്യയുടെ നിലപാട് സംശയാസ്പദമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ അജണ്ട എന്താവാം എന്ന് ലോകത്ത് പുതിയൊരു ചർച്ചയ്ക്ക് വരികയാണ്. എന്താണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്? റഷ്യ യൂറോപ്പിനെ കീഴടക്കിക്കൊണ്ട് വീണ്ടും ഒരു പഴയ സോവിയറ്റ് യൂണിയൻ പോലെ ഒരു വമ്പിച്ച ശക്തിയായി മാറാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത ചോദ്യം വരും. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെയുള്ള പിളർപ്പുണ്ട്. അവർ തന്നെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ പ്രതിരോധ മന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? ഞങ്ങളെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഫ്രാൻസിനെ ഉപദ്രവിക്കാതെ ബ്രിട്ടനെ തോണ്ടിക്കൊണ്ടിരിക്കുക. അതെ, മനസ്സിലായില്ലേ? പോളണ്ടിനെ നേരിട്ട് ആക്രമിക്കുക. എന്നാൽ ഇപ്പുറത്തുള്ള പല രാജ്യങ്ങളെയും, ജർമ്മനിയെ ഉപദ്രവിക്കാതിരിക്കുക, റൊമാനിയക്കെതിരെ ആക്രമണങ്ങൾ നടത്തുക, ഇറ്റലിയെ വെറുതെ വിടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഈ സമയത്ത് ന്യായമായി ഊഹിക്കാവുന്നൊരു കാര്യം, റഷ്യക്ക് ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള അജണ്ടയുണ്ട്. എന്താ വെച്ചാൽ, ഒന്ന്, അമേരിക്കക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല എന്നൊരു മെസ്സേജ് യൂറോപ്പിന് കൊടുക്കുക. 2, റഷ്യൻ ചേരിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അടർത്തിയെടുക്കുക. എന്നിട്ട് റഷ്യ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ചേരി ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം അജണ്ടകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്തായാലും റഷ്യയുടെ നീക്കം ഒരു പുതിയ സാമ്രാജ്യത്വത്തെ രൂപീകരിക്കാനുള്ള, പണ്ട് സോവിയറ്റ് യൂണിയൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചില രാജ്യങ്ങളിൽ, യുഗോസ്ലോവിയ പോലുള്ള ചില രാജ്യങ്ങളിൽ അധിനിവേശം നടത്തിയിരുന്നു. അത് ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ തന്നെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടപ്പോൾ തിരിച്ചു പോയതാണ്. പക്ഷേ ഇവിടെ ഈ പഴയ റഷ്യൻ എംപറർ ഉണ്ടല്ലോ, പഴയ റഷ്യൻ സാമ്രാജ്യം, അതായത് സർ ചക്രവർത്തിമാരുടെ, അതുപോലൊരു സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് വ്ളാഡിമിർ പുടിൻ. അപ്പോൾ USSRന്റെ കാലത്ത് മുതൽ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന പുടിന് ഇത്തരം ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ, സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ ബാൾട്ടിക് മേഖലയിലെ രാജ്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കണം. ഇപ്പോൾ ശാക്തിക ചേരിയിൽ വലിയ മാറ്റം വരുമ്പോൾ പഴയ അമേരിക്ക റഷ്യ ശീതയുദ്ധത്തിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് താല്പര്യമില്ല, റഷ്യക്ക് താല്പര്യമുണ്ട്. കാരണം റഷ്യ ഉക്രൈന് നേരെ ആക്രമണം നടത്തിയിട്ട് അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും സൈനികരെ ഉപയോഗിച്ചിട്ടില്ല. എന്തിന്? നോർത്ത് കൊറിയയിൽ നിന്ന് വരെ സൈനികരെ കൊണ്ടുപോയിട്ടാണ് യുദ്ധം ജയിച്ചത്. ഇതൊക്കെ റഷ്യയുടെ തന്ത്രമല്ലേ? അവർ നിർണായക സമയത്ത് രംഗത്തേക്ക് ഇറങ്ങും എന്ന് പറയുന്നു. മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ അധികം സംസാരിക്കില്ലല്ലോ, വളരെ കാര്യമാത്രം പ്രസക്തമായിട്ട് സംസാരിക്കുന്നു, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഡെൻമാർക്കിനെതിരെ ആക്രമണം നടത്തിയില്ല എന്ന് പുടിൻ പറയണമെങ്കിൽ അത് അളന്നു കുറിച്ച വാക്കുകളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആത്യന്തികമായ ലക്ഷ്യം വിശാലമായ ഒരു റഷ്യ പുനഃസ്ഥാപിക്കുക എന്നുള്ള നീക്കം തന്നെയല്ലേ? ആയിരിക്കണം. മാത്രമല്ല, സിനുജി പറഞ്ഞതിൽ ഒരു സാംസ്കാരികമായ പോയിന്റ് ഊന്നി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം എസ് ഗുരുമൂർത്തി അത് വളരെ വ്യക്തമായൊരു നിരീക്ഷണം നടത്തിയിരുന്നു. വളരെ സുവ്യക്തമായൊരു നിരീക്ഷണം. ഇപ്പോൾ അർണബുമായിട്ടുള്ള ഇതിലെ നമ്മുടെ റിപ്പബ്ലിക്കൻ ടോക്കിൽ, പോഡ്കാസ്റ്റിൽ വ്യത്യസ്തമായ നിരീക്ഷണമാണ്. അതായത് പുടിൻ്റെ ലക്ഷ്യത്തിലുള്ള ഒരു റഷ്യൻ സാമ്രാജ്യമുണ്ട്. അതൊരിക്കലും USSR അല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യമല്ല, മറിച്ച് റഷ്യൻ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ, നേരത്തെ പറഞ്ഞ സാർ ചക്രവർത്തിമാരുടെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു റഷ്യയെ പുനഃസ്ഥാപിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ പീറ്റർ ചക്രവർത്തി ഉണ്ടല്ലോ, ആധുനിക റഷ്യയുടെ ഈ ദർശനപരമായി ആധുനിക റഷ്യയെ കെട്ടിപ്പടുത്തത് യഥാർത്ഥത്തിൽ ലെനിനല്ല. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വേറൊരു കൺസെപ്റ്റിൽ വിപ്ലവത്തിന് ശേഷം ഉണ്ടായ വേറൊരു സംവിധാനമാണ്. അത് പലപ്പോഴും അടിച്ചമർത്തിയും ഭയപ്പാട് കൊണ്ടും കൂട്ടക്കൊല നടത്തിയും ഒക്കെയാണ് അത് വളർന്നത്. അറിയാലോ നമുക്ക്. ലെനിൻ്റെ ഒരു മുഖം പോലും ആയിരുന്നില്ല പിന്നെ വന്ന സ്റ്റാലിനൊന്നും. പിന്നീട് വന്ന തകർച്ചയുടെ ഫലമാണല്ലോ ഇപ്പോൾ ഈ ഗോർബച്ചേവ് വരെയുള്ളവർ എത്തുമ്പോൾ 90കളിൽ തകർന്നു പോകുന്നത്. പക്ഷേ ആ ചിത്രമല്ല പുടിൻ്റെ. ഇത് കറക്റ്റാണ്. വ്ളാദിമിർ പുടിൻ്റെ മനസ്സിലുള്ളത് ഒരു സോവിയറ്റ് യൂണിയനേ അല്ല.
സോവിയറ്റ് യൂണിയന്റെ പുനഃസ്ഥാപനമല്ല, മറിച്ച് മുമ്പത്തെ സോവിയറ്റ് യൂണിയന് മുമ്പുണ്ടായിരുന്ന സാർ ചക്രവർത്തിമാരുടെ പരമ്പരയിൽ 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പീറ്റർ ദ ഗ്രേറ്റ്, നമ്മൾ അക്ബർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയും പോലെ പീറ്റർ ദ ഗ്രേറ്റ് അവരുടെ ഒരു മോഡലാണ്. അദ്ദേഹമാണ് അവിടെ തുറമുഖം ഉണ്ടാക്കിയത്, നാവികസേന ഉണ്ടാക്കിയത്, അവർക്ക് നല്ല തലസ്ഥാന നഗരി ഉണ്ടാക്കിയത്, യൂറോപ്യൻ മോഡൽ വികസനവും വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ടുവന്നത്. ഒരു ആധുനിക രാഷ്ട്രത്തിൻ്റെ സങ്കല്പവും കാഴ്ചപ്പാടും ഒക്കെ ആ രാജ്യത്തിന് കൊടുത്തത് പീറ്റർ ദ ഗ്രേറ്റ് ആണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളെ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഒരു റഷ്യൻ സാമ്രാജ്യം. അത് തീർച്ചയായിട്ടും വളരെ കറക്റ്റാണ് നിരീക്ഷണം. അത് ഗുരുമൂർത്തി ഇപ്പോൾ സംഘപരിവാർ ബുദ്ധിജീവിയാണെന്നൊക്കെ ഗുരുമൂർത്തിയെക്കുറിച്ച് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിരീക്ഷണം റഷ്യയെക്കുറിച്ച് മാത്രമല്ല, ചൈന പോകുന്ന ആ വഴിയിലാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യക്ക് എവിടെയാണ് പാളിയതെന്നും ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ മുന്നേറുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അർണബും ഗുരുമൂർത്തിയും തമ്മിലുള്ള ടോക്കായതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വസ്തുതാപരമാണ് ആ വർത്തമാനം. അതുകൊണ്ട് ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പുച്ചിൻ്റെ മനസ്സിൽ ചില അജണ്ടകളുണ്ട്. ആ അജണ്ട തീർച്ചയായും 1917 ഒക്ടോബർ വിപ്ലവം അല്ല. അതിനും പുറകിലേക്ക് പോയിട്ട് അവരുടെ സാംസ്കാരിക പൈതൃകത്തെ, അവരുടെ ശേഷിയെ, അവരുടെ ശക്തിയെ വീണ്ടെടുക്കാനുള്ള ഒരു റഷ്യൻ ദേശീയവാദത്തിലേക്ക് പുച്ചിൻ നടന്നു കയറുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമാണ് ഡെൻമാർക്ക് ആക്രമണം കൂടി എന്ന് വേണം നമുക്ക് ഈ സമയത്ത് നിരീക്ഷിക്കാൻ. തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ നമുക്കറിയാൻ പറ്റുമായിരിക്കും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.